ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, കന്യകാജനനം തുടങ്ങിയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും പിതാവിനോടുള്ള ബന്ധവും എന്നുള്ളതായ വിഷയമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിൽ കടന്നു വന്ന ആ സന്ദർഭത്തിൽ പിതാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് ദൈവവചന വെളിച്ചത്തിൽ നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വസ്തുതകളാണ്. ആയതിനാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മനുഷ്യാവതാരത്തിന് മുമ്പ് യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് ആദ്യം ഒന്ന് രണ്ട് വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് തെളിവ് തരുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. അപ്പോൾ ദൈവത്തോടുള്ള സമത്വത്തിൽ ആയിരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നാം മനസ്സിലാക്കുകയാണ്. ദൈവരൂപത്തിൽ ദൈവത്തോടുള്ള സമത്വത്തിൽ, അതായത് ഹീസ് ഈക്വൽ വിത്ത് ഫാദർ, പിതാവുമായിട്ടുള്ള ഒരു സമത്വം കർത്താവായ ക്രിസ്തു യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് മനുഷ്യാവതാരത്തിനു മുമ്പുള്ള തൻ്റെ അവസ്ഥ തീർത്തും പിതാവുമായിട്ടുള്ള സമത്വത്തിൽ, പിതാവിനെയും പുത്രനെയും വേർപിരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ആ ഒരു സമത്വത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, യോഹന്നാൻ 17-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇവിടെയും പിതാവും പുത്രനും ഒന്നായിരിക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പിതാവിൻ്റെ മഹത്വവും പുത്രൻ്റെ മഹത്വവും ഒരു തുല്യത നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യാവതാരത്തിന് മുമ്പ് ക്രിസ്തു യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് തുല്യമായിരുന്നു. തൻ്റെ മഹത്വം, പിതാവിൻ്റെ മഹത്വം പുത്രനും ഉണ്ടായിരുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ഒരു സമത്വം നമുക്ക് വചനത്തിലൂടെ ഗ്രഹിക്കുവാനായിട്ട് സാധ്യമാകുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യാവതാരത്തിൽ, അപ്പോൾ ഈ സമത്വത്തിലായിരുന്ന ക്രിസ്തു, സാക്ഷാൽ ദൈവമായ ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? തൻ്റെ ദൈവത്വത്തോട് ഒരു അഡീഷണൽ സ്വഭാവം, അഡീഷണൽ പ്രകൃതി കൂട്ടിച്ചേർക്കുകയാണ്. മനുഷ്യത്വം എന്നുള്ളതായ ഒരു പ്രകൃതി തൻ്റെ ദൈവത്വത്തോട് കൂട്ടിച്ചേർക്കുകയാണ്. അതാണ് മനുഷ്യാവതാരം. അപ്പോൾ അങ്ങനെ മനുഷ്യാവതാരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് കർത്താവായ ക്രിസ്തു യേശു ഇറങ്ങി വരുമ്പോൾ പിതാവുമായിട്ടുള്ള തൻ്റെ ബന്ധം എങ്ങനെയാണ്? ഒരു കാര്യം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്വം
ഉപേക്ഷിച്ചിട്ടല്ല യേശു ക്രിസ്തു മനുഷ്യനായത്, മറിച്ച് സാക്ഷാൽ ദൈവമായിരിക്കുമ്പോൾ തന്നെ സാക്ഷാൽ മനുഷ്യനും കൂടെ ആയിത്തീർന്നവനാണ് കർത്താവായ ക്രിസ്തു യേശു. അതുകൊണ്ട് തൻ്റെ ദൈവത്വത്തിന് അവിടെ യാതൊരു ഭംഗവും വന്നിട്ടില്ല. ദൈവമാണ്, അപ്പോൾ തന്നെ താൻ മനുഷ്യനും കൂടിയാണ് എന്നുള്ള ഒരു അത്യത്ഭുത വിഷയമാണ് മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഈ മനുഷ്യാവതാരം സംഭവിച്ചപ്പോൾ കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നോ? എന്താണ് ആ ബന്ധം, എങ്ങനെയാണ് ആ ബന്ധം എന്നുള്ളത് വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ച്, തൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സൂചന നൽകുന്ന ചില വേദഭാഗങ്ങൾ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു. 2-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. 2-ാം സങ്കീർത്തനം 7-ാമത്തെ തിരുവചനം. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഒരു മിശിഹൈക സങ്കീർത്തനമാണ് 2-ാമത്തെ സങ്കീർത്തനം. അതായത് ദൈവപുത്രനായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള ദർശനം പകരുന്ന അതിമഹത്തായ ഒരു സങ്കീർത്തനമാണ് 2-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടവനാണ് കർത്താവായ ക്രിസ്തു യേശു. തൻ്റെ പിതാവാരാണ് എന്നുള്ളതായ ചോദ്യത്തിന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് കഴിയുകയാണ്. തൻ്റെ പിതാവാണ് സ്വർഗത്തിലെ വലിയവനാകുന്ന ദൈവം. ദൈവത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ദൈവത്താൽ ജനനം സംഭവിച്ചു എന്ന നിലയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടതായ വസ്തുതകൾ എല്ലാം കിടക്കുന്നത്. യോസേഫിൻ്റെ മകനായിട്ടല്ല കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. ഒരു പിതാവ്, വളർത്തച്ഛൻ, വളർത്തപ്പൻ എന്നുള്ള ഒരു റോള് അല്ലാതെ യോസേഫിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് യാതൊരു വിധമായ ഡയറക്റ്റ് ബന്ധവും നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ടവനാണ് സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ പിതാവുമായിട്ടുള്ള മനുഷ്യാവതാരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ മനസ്സിലാക്കുക. പിതാവിനാൽ ജനിച്ച, പിതാവ് ജനിപ്പിച്ച പുത്രൻ എന്നുള്ള നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ആ വിഷയം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതുകൊണ്ട് ഉത്ഭവിക്കുന്ന പ്രജ എങ്ങനെയാണ്? ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ട പുത്രനായ ക്രിസ്തു യേശുവിനെ ദൈവവചനം ചൂണ്ടിക്കാണിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 57-ാമത്തെ തിരുവചനത്തിൽ, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ. അപ്പോൾ പുത്രനും അല്ലെങ്കിൽ ക്രിസ്തുവും പിതാവും തമ്മിലുള്ള, ക്രിസ്തു യേശുവും പിതാവും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമ്മളൊന്ന് നോക്കുക. പിതാവിനാലാണ് തനിക്ക് ജനനം സംഭവിക്കുവാനായിട്ടിടയായത്. പിതാവിൻ മൂലം താൻ
ജീവിക്കുന്നു എന്നുള്ളതായ, അതായത് തൻ്റെ ജീവൻ, തൻ്റെ ജീവിതം ഫുൾ അത് പിതാവിൻ്റെ കൺട്രോളിനാൽ, പിതാവിൻ്റെ സകല കാര്യങ്ങളും പിതാവിനാൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റേത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ഒരിക്കലും ആ വംശാവലി പട്ടിക മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന വ്യക്തിയെ ജനിപ്പിച്ചു എന്ന് എല്ലാം വിശദമായി പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ യേശുവിൻ്റെ ജനന വിധം അവിടെ വിവരിക്കുമ്പോൾ യോസേഫിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവിടം വരെ അതിന് ഒരേ ശൈലിയാണ്, ഒരേ ട്യൂണാണ്. എന്നാൽ യോസേഫിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ് അവളിൽ നിന്ന്, അതായത് മറിയയുടെ ഭർത്താവ് എന്ന നിലയിൽ യോസേഫിനെ അവിടെ ഒന്ന് പരിചയപ്പെടുത്തി. പക്ഷേ അതിനുശേഷം പറയുന്ന പരാമർശം നോക്കുക, അവളിൽ നിന്ന്, അതായത് മറിയയിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ക്രിസ്തു എന്ന് പേരുള്ള യേശു, അതായത് ആ സാക്ഷാൽ ദൈവം, അതെ, സാക്ഷാൽ ദൈവമായ ക്രിസ്തു ഒരു മനുഷ്യനായി യേശു എന്ന നാമകരണത്തിൽ ഇവിടെ ജനനമെടുക്കുന്നതായ അത്യപൂർവ ഒരു സന്ദർഭം മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. അപ്പോൾ പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. അതുപോലെ തന്നെ പിതാവും കർത്താവായ ക്രിസ്തു യേശുവും തമ്മിലുള്ള ബന്ധം അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, 16-17 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, പ്രത്യേകം ശ്രദ്ധിക്കുക, ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, ദൈവം, പിതാവായ ദൈവം പുത്രനാകുന്ന ദൈവത്തെ, കർത്താവായ ക്രിസ്തു യേശുവിനെ, അവനെ നൽകുവാൻ, ആർക്ക് നൽകുവാൻ? ലോകത്തിന് നൽകുവാൻ. 17-ാമത്തെ വാക്യം, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്, ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ പിതാവും പുത്രനും, അതായത് കർത്താവായ ക്രിസ്തു യേശു മനുഷ്യാവതാരത്തിൽ അവർ തമ്മിലുള്ളതായ ആ റിലേഷൻഷിപ്പ് നമ്മളൊന്ന് നോക്കുക. പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് പുത്രനായ ക്രിസ്തു യേശു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ആദ്യം പറഞ്ഞു പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടവനാണ്. ഇപ്പോൾ നാം കാണുന്നു പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി, ഉദ്ദേശത്തിനായി പിതാവ് പുത്രനാകുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. യേശു കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ സ്വയമായിട്ട് വന്നതല്ല, എന്നെ അയച്ചതാരാണ്? ദൈവമാണ് എന്നെ അയച്ചത്, പിതാവിനാൽ അയക്കപ്പെട്ടവൻ. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്.
ഗലാത്യ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുകയാണ്, ക്രിസ്തുയേശുവിനെ ദൈവം നിയോഗിച്ചയച്ചിരിക്കുന്നവനാണ് എന്ന് വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് പുത്രനായ ക്രിസ്തുയേശു. അടുത്തതായിട്ടുള്ള ഒരു ബന്ധം, പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടവനാണ്, പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്, പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ആ ബന്ധം സൂചിപ്പിക്കുന്ന മറ്റൊരു വചനമാണ് ഇവിടെ വായിക്കുവാനായിട്ടിടയായത്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, പിതാവ് നൽകിയ പ്രവർത്തികൾ ചെയ്യുവാനാണ് യേശു കർത്താവ് മനുഷ്യാവതാരം സ്വീകരിക്കുവാനായിട്ടിടയായത്. പിതാവ് നൽകിയ പ്രവർത്തികൾ ചെയ്യുവാൻ. അപ്പോൾ യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ്, ഒന്ന് പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടു, 2 പിതാവിനാൽ അയക്കപ്പെട്ടു, 3 പിതാവ് നൽകിയ പ്രവർത്തികൾ ചെയ്യുവാൻ താൻ ഈ ഭൂമിയിൽ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 17-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലും അതേ കാര്യം തന്നെയാണ് വിശദമാക്കുന്നത്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ബന്ധം എന്താണ്? പിതാവ് ഒരു പർപ്പസ് കർത്താവായ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു, ആ പർപ്പസ് തികയ്ക്കുവാൻ ഭൂമിയിൽ താൻ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി. അടുത്തതായിട്ട് യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലൂടെയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? പിതാവിൻ്റെ വാക്കുകളാണ് പുത്രന് സംസാരിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ പിതാവ് നൽകിയ വാക്കുകൾ സംസാരിച്ചവനാണ് പുത്രനായ ക്രിസ്തുയേശു. പിതാവ് നൽകിയ പ്രവർത്തികൾ ചെയ്തവനാണ്, പിതാവ് നൽകിയ വാക്കുകൾ സംസാരിച്ചവനാണ്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 14:6 നാം കാണുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ പിതാവിങ്കലേക്ക് വഴി തെളിച്ചവനാണ് പുത്രനായ ക്രിസ്തുയേശു എന്ന് ദൈവവചനം സാക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 26:39, യോഹന്നാൻ്റെ സുവിശേഷം 5:30, ഫിലിപ്പ്യ ലേഖനം 2:8 തുടങ്ങിയതായ വചനങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 26:39 ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കാം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ. പിതാവും കർത്താവായ ക്രിസ്തുയേശുവും തമ്മിലുള്ള ബന്ധം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ സമർപ്പിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് സമനായിരുന്നവൻ, ദൈവവും പിതാവും പുത്രനും ഒന്നായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യത്വം തൻ്റെ ദൈവത്വത്തോട് കൂട്ടിച്ചേർത്ത് അതേ സമയപരിധിയിലേക്ക് ഇറങ്ങി വന്ന
ആ കർത്താവായ യേശു ക്രിസ്തു പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ട്, പിതാവിനാൽ അയക്കപ്പെട്ട്, പിതാവ് നൽകിയ പ്രവൃത്തികൾ ചെയ്ത്, പിതാവ് നൽകിയ വാക്കുകൾ സംസാരിച്ച്, പിതാവിലേക്ക് എല്ലാവരെയും ആകർഷിച്ച്, വഴി കാണിച്ച്, പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ സമർപ്പിച്ച്, അത് നമുക്ക് വേണ്ടി മരണമടഞ്ഞ, ക്രൂശുമരണം വരിച്ച, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലഭാഗെ നമുക്കായി പക്ഷപാതം ചെയ്യുന്ന ആ നല്ല കർത്താവായ യേശു ക്രിസ്തു എത്രയോ അതിശയവാനാണ്, എത്രയോ അത്ഭുതവാനാണ്. ആ പിതാവിങ്കലേക്ക് സാക്ഷാൽ ദൈവമായിരുന്നവൻ സാക്ഷാൽ ദൈവമായവനിലേക്ക് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് നമ്മളുടെ ജീവിതത്തെ ആ ദൈവത്തിങ്കലേക്ക് നയിക്കുന്ന ആ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചിരിക്കുകയാണ്. കർത്താവിന് മുഴുവൻ മഹത്വവും ഈ തരുണത്തിൽ അർപ്പിക്കുകയാണ്. മനുഷ്യാവതാരം എന്നുള്ള ഈ ഒരു വലിയ പ്രക്രിയ നടന്നില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യരായി പിറന്ന, പാപത്തിൽ പിറന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഗതി എന്ന് പറയുന്നത്, അതെ, നമ്മളുടെ അന്തമെന്ന് പറയുന്നത് നിത്യനാശമായി പോയേനെ, നിത്യനരകമായി പോയേനെ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവപിതാവിനാൽ നിയോഗിക്കപ്പെട്ട് താണഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്ന് നമ്മുടെ വേദനകളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പകരക്കാരനായി പ്രായശ്ചിത്തമായി കർത്താവായ യേശു ക്രിസ്തു ബലിയാടായതിനാൽ നമ്മളുടെ ഗതി, നമ്മളുടെ അന്തം മാറിയിരിക്കുകയാണ്. നിത്യശിക്ഷ മാറി നിത്യജീവൻ കൈവരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ആരാധനയിൽ പ്രതിധ്വനിക്കുവാനായിട്ടിടയാകട്ടെ. കർത്താവിനോടുള്ള സ്നേഹത്തിലും ആത്മാർത്ഥതയിലും ഈ സാരസംഗതികൾ ഒരു പ്രചോദനമായി നിലകൊള്ളട്ടെ എന്നാഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.